3 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും ഒടുമ്പ്ര പള്ളിക്കടവ് പാലം യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ പണിത തൂൺ ഇപ്പോഴും ഒരു സ്മാരകമായി തുടരുകയാണ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒടുമ്പ്രയെയും കോർപ്പറേഷൻ പരിധിയിലെ പള്ളിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന സ്വപ്നത്തിന് 30 വർഷത്തിലേറെ പഴക്കമുണ്ട്. പൊതുവെ ഒരു ഒറ്റപ്പെട്ട തുരുത്തുപോലെ കഴിയുന്ന ഈ പ്രദേശത്ത് അന്ന് നാട്ടുകാർ പിരിവെടുത്ത് കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ തൂണുകൾ. അതിന് പിന്നീട് പഞ്ചായത്ത് അപ്രോച്ച് റോഡ് പണിതെങ്കിലും പിന്നീട് പൊടുന്നനെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചുപോയി. പിന്നീട് വന്ന ഭരണസമിതി ഇത് ഇവിടെ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ ഫണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞു. പിന്നീട് 12 കോടിയാക്കി എന്ന് പറഞ്ഞു. ഞങ്ങൾ പത്രത്തിലൂടെ അറിയുന്നത് ഈ ഫണ്ടുകളൊക്കെ പാസ്സായെങ്കിലും പിന്നീട് അത് ലാപ്സായി പോയി എന്നാണ്. അതായത് അതിനെന്താണ് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ 19 കോടിയുടെ നിർമ്മാണാനുമതിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ബ്രിഡ്ജസ് ആൻഡ് കോർപ്പറേഷൻ, PWDന്റെ ബ്രിഡ്ജസ് ആൻഡ് കോർപ്പറേഷൻ ആണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാലേ ഇവിടെ ഏകദേശം 200-ലധികം വീടുകൾ, അതായത് ഏകദേശം അതിലേറെ കുട്ടികൾ പലപ്പോഴും പുറമേയുള്ള സ്കൂളുകളിൽ, ടൗണിലുള്ള സ്കൂളുകളിൽ, അരീക്കാട് ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ എത്തിച്ചേരാനുള്ള വളരെ വലിയൊരു സഹായകരമായിരിക്കും ഇത്. മറ്റേത് മറിച്ച് ഒരു 1-1.5 കിലോമീറ്റർ ഏകദേശം കുട്ടികൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. അതും ഉടുമ്പ്രയിൽ നിന്ന് ആകെ 1-2 ബസ്സുകളെ പലപ്പോഴും ടൗണിലേക്കുള്ളൂ. അതും ടൈം ഫിക്സ്ഡ് ആണ്. 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ ഇടവിട്ടുകൊണ്ടാണ് പലപ്പോഴും ബസ് കിട്ടുക. ഒടുമ്പ്രയിലെ 200-ൽ പരം കുടുംബങ്ങൾക്ക് നഗരവുമായി ബന്ധപ്പെടാൻ എളുപ്പമാർഗമായ പാലം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ സ്കൂൾ പഠിക്കണ കാലം മുതലേ ഈ പാലം വരുന്ന പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അന്ന് മുതലുള്ള ബുദ്ധിമുട്ട് ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളായി, അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളപ്പോ ആ കുട്ടികളും ഇപ്പോൾ അത് അനുഭവിക്കാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പോകണമെങ്കിൽ ഈ ഒടുമ്പ്രൊക്കെ കഴിഞ്ഞ് കടുപ്പിനെത്തണം. അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടുള്ളൂ. ഇത് നാട്ടുകാർക്ക് ഇവിടെ ആദ്യം കടവായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തോണി കിട്ടൂല, അങ്ങനെയൊക്കെ കൂടി വലിയ ബുദ്ധിമുട്ടാണ്. അക്കരെ പോകാനൊക്കെ, അക്കരെ സ്കൂളിൽ പോകാനൊക്കെ പല ആവശ്യത്തിന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ജനങ്ങളെല്ലാവരും കൂടി ഓരോ വീട്ടിൽ നിന്ന് 1500 രൂപ വെച്ചിട്ട്, ചുറ്റുപാടുള്ള വീട്ടിൽ നിന്ന് അങ്ങനെ 1500 രൂപ പിരിച്ചിട്ട് ആണ് ഈ തൂണുണ്ടാക്കിയത്. പിന്നെ അത് പഞ്ചായത്താണ് ഈ സൈഡിലെ കെട്ടൊക്കെ കെട്ടിയ പഞ്ചായത്താണ്. അക്കരെ ഒരു കെട്ട് കെട്ടി, ഇക്കരെ ഒരു കെട്ട് കെട്ടി, പിന്നെ അവിടെ നിന്ന് പോയത്. ഇതൊരു 10-25 വർഷം മുന്നേ, 20 വർഷം മുന്നേ, 25 വർഷം ഉണ്ടാവും. ഈ ഫറോക്ക്, പിന്നെ കോട്ടൺ മില്ല്, തിരുവണ്ണൂർ, ഫറോക്കൊക്കെ ഇവിടെ അടുത്തടുത്താ. ഇവിടുന്ന് ബസ് വരെ കോട്ടൺ മില്ല് ബസ് തിരിക്കുന്ന ഈ നേരം മുകളിലാണ്. അതേസമയം പാലം യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഈ ഒരു പാലം പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റിഗേഷന് 4,30,000 രൂപ MLA വകയിരുത്തി ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് ഇപ്പോ ഇതിൽ പരാമർശിക്കപ്പെട്ട ഈ പഞ്ചായത്ത് 99-ൽ സ്ഥാപിച്ച അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച ബണ്ടോ പാലോ ഉണ്ടാക്കിയ ഭാഗത്തല്ല. ഇത് നിലവിൽ കോട്ടൺ മിൽ റോഡിൽ വന്നു കയറുന്ന ഭാഗത്താണ് ഇതിന്റെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ കുറ്റിയടിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഈ പാലത്തിന് 814 ലക്ഷം രൂപ വകയിരുത്തുമ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും പഞ്ചായത്തിന് കൊടുത്ത ഉറപ്പ് അവിടുത്തെ അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അവർ സറണ്ടർ ചെയ്തു തരുമെന്ന അടിസ്ഥാനത്തിലാണ് പാലത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. പിന്നീട് ഈ ഭൂമി സറണ്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്ത് ഈ ഒരു പാലത്തിന് വേണ്ട, അപ്രോച്ച് റോഡിന് വേണ്ട ഭൂമി അക്വയർ ചെയ്യാൻ തീരുമാനിക്കുകയും ആ അക്വയർ ചെയ്യുന്നതിനായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി 2023 10-ാം മാസം അത് 18 കോടി രൂപയുടെ പുതിയ ASന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിലേക്ക് അയക്കുകയുമായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അതിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കാരണം അത് കുറച്ച് ലാഗായിട്ടുണ്ട് എന്നുള്ള വസ്തുത. നമ്മളിപ്പോഴും ബന്ധപ്പെട്ട മിനിസ്റ്ററുടെയും MLAയുടെയും ഒക്കെ ഇതിൽ നമ്മൾ ഈ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 18,52 ലക്ഷത്തി സംതിങ് അപ്പൊ ഈ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് നമ്മുടെ അക്വസേഷൻ ഉൾപ്പെടെയാണ്. അപ്പൊ അതിന്റെ നടപടിക്ക് വേണ്ടി ASന് വേണ്ടി ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഭരണാനുമതി കിട്ടുന്ന മുറയ്ക്ക് അത് നിലവിലുള്ള 8 ഫുട്ട് റോഡിലേക്ക് നമുക്കൊരു 1 മീറ്റർ പാലം കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ എൻഡ് വരുന്നത് 6 മീറ്ററാണ്. ഇപ്പൊ പഞ്ചായത്തില് അതിന്റെ എൻഡ് വരുന്നത് ഇപ്പോൾ നിലവിൽ 8 ഫുട്ട് റോഡിലാണ്. അപ്പൊ 6 മീറ്റർ ആക്കി മാറ്റുന്നതിനും അവിടുന്ന് തുടർന്ന് ഒടുമ്പ്ര ബസാറിലേക്ക് 6 മീറ്റർ റോഡിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സസേഷൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സൈഡിൽ നിലവിൽ 5 മീറ്റർ ആണുള്ളത്. 5 മീറ്റർ കൂടുതൽ അധിക സ്ഥലം
ഈ കോട്ടൺ മിൽ ഭാഗത്തും കോർപ്പറേഷന്റെ സൈഡും എക്കസ്റ്റേഷൻ നടപടിയിലൂടെ എടുക്കേണ്ടത്. ഈ ഒരു കാലതാമസമാണ് ഇതിന് വരുന്നത്. മറ്റൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഗവൺമെന്റ് ആണെങ്കിലും അതേപോലെ MLA ആണെങ്കിലും നിരന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്.